ഹലോ ഗൈസ്, ഇതെന്റെ പെരുക്കോന്ന ബ്ലോഗാണ്. അത് മാത്രല്ല എന്റെ ബർത്ത്ഡേയും കൂടിയാണ്. കാറിൽ എത്തിയിട്ടാകുമ്പോൾ 12 മണിയായത്. കാറിൽ തന്നെ എല്ലാരും വിഷാക്കി. എന്റെ ബ്രദറും വൈഫും കൂട്ടാൻ വന്നിട്ടുണ്ടായിന്. ഞാനിപ്പോ പെരുക്കോമ്പളേക്ക് ഉമ്മക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഞാനിപ്പോ ഉണ്ടെങ്കിലോ എന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് എന്റെ പെരക്ക് തന്നെ ഉണ്ടാവണം. അതൊക്കെ നിർബന്ധമാണ്. പരിപാടി അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും എനിക്ക് എന്റെ പെരക്ക് ഉണ്ടാവണം. എൻ്റെ ഇതുവരെ എല്ലാ ബർത്ത്ഡേ എൻ്റെ ഉമ്മ കഴിയുന്ന പോലെ എല്ലാം നല്ല പാങ്ങിൽ കഴിച്ചിന്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞ ശേഷം യാസർച്ചാവും കയ്യിലുള്ളത് പോലെ എന്നെ ഹാപ്പി ആക്കാൻ നോക്കും. യാസർച്ച നേരത്തെ പുറത്ത് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എന്തോ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ വരുമ്പോഴേക്ക് ഡ്രസ്സും ചോക്ലേറ്റും കേക്കെല്ലാം ഉണ്ടായിന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് കെട്ടാക്കാറിട്ട് അടുത്തുള്ള ഒരു കഫേയിൽ പോയിട്ട് അമ്മേനെ കേക്കെല്ലാം കെട്ടാക്കി. പിന്നെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഞാൻ യാസർച്ചാനോട് നമുക്ക് വീഡിയോ എടുക്കാം, അതൊക്കെ കൊണ്ടുവന്ന പോലെ ആക്കുന്നു. ഇത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാലും പറയും എനിക്ക് എന്ത് സുഖമല്ലേ, ഇതേ ചോദിക്കാനുള്ളൂ. പിന്നെ എനിക്ക് ബർത്ത്ഡേക്കല്ല എന്തിനാണെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു വിഷാക്കുക. നമുക്കിപ്പോൾ നമ്മളറിയാത്തവരെ നമ്മളെ സ്റ്റാറ്റസ് വെച്ചിട്ട് കാണുമ്പോൾ എന്ത് സന്തോഷമല്ലേ. നമുക്കല്ല ഭയങ്കര കഥയാണ്. ഞാനങ്ങനെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടാൽ പോലെ കുറേ ആൾ വിഷാക്കിനെ എല്ലാവരും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ അറിയാത്തവരായിരിക്കും നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം അറിയുന്നവരുണ്ടാവും. നമുക്കൊരു വിഷ് പോലും ആക്കിയില്ല, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാറ്റസ് പോലും വെക്കാതെ എത്രയോ ആൾക്കാരുണ്ടാവും. നമുക്കൊരു വാല്യൂ തരാത്ത ആൾക്കാർ. അതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് നമ്മൾ അറിയാത്ത ആൾക്കാർ. ഓരോ ലൈഫിലും അറിയായിട്ട് പോലും ഓരോ ലൈഫിലും ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. പിന്നെ രാത്രി പെരക്കെത്തുമ്പോൾ ഉമ്മ ബ്രദർ കേക്കെല്ലാം മീൻ്റെ സെറ്റാക്കിയിട്ടുണ്ടായിന്. പിന്നെ അതെല്ലാം കെട്ടാക്കിയിട്ട് എല്ലാവരും തിന്ന്